സിസ്കോ പാക്കറ്റ് ട്രേസർ. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. സിസ്കോയുടെ റൗട്ടർ, സ്വിച്ച്, അതേപോലുള്ള മറ്റ് ഡിവൈസുകൾ സിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ നമുക്ക് ഒരു മെയിൻ ഡിവൈസുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് താഴെ അതിന്റെ സബായിട്ടുള്ള ഒരു കാറ്റഗറി നമുക്ക് കിട്ടും. അഗൈൻ അതിലൊരെണ്ണം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ അതിന്റെ ഡിഫറെന്റ് മോഡൽസ് അല്ലെങ്കിൽ വേരിയേഷൻസ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഇത് എൻഡ് ഡിവൈസ് ആണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ താഴെ നമുക്ക് എൻഡ് ഡിവൈസുകളുടെ ഒരു കാറ്റഗറി കിട്ടും. ഓക്കെ, അതിൽ തന്നെ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് PC, ലാപ്ടോപ്പ്, സെർവർ, അതേപോലെ IP ഫോൺ, TV, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ, ഫോണ്, ഇങ്ങനെയുള്ള ഡിവൈസുകളുടെ ലിസ്റ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ കേബിൾ ഉണ്ട്. കേബിൾ സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് കേബിളും അതേപോലെ ക്രോസ് കേബിള്, സീരിയൽ കേബിൾ, ഇങ്ങനെയുള്ള കേബിളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു റൗട്ടർ വേണമെന്ന് വരും. ഫസ്റ്റ് ഈ നെറ്റ്വർക്ക് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം തൊട്ട് താഴെ നെറ്റ്വർക്ക് ഡിവൈസുകളുടെ ഒരു ലിസ്റ്റ്, റൗട്ടർ, സ്വിച്ച്, വയർലെസ് ഡിവൈസുകൾ, ഫയർവാള്. നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡിവൈസിന്റെ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിന്റെ ഡിഫറെന്റ് മോഡൽസ് കാണാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ റൗട്ടർ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൗട്ടേഴ്സ് നമുക്ക് കാണാം. സ്വിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് കാണാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കൊരു സ്വിച്ച് ഉപയോഗിച്ച് ഒരു നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്താലും സ്വിച്ച് കിട്ടും. ഇനി ഒരു സ്പെസിഫിക് മോഡൽ വേണമെങ്കിൽ മാത്രം നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്നത്. ഇപ്പം 2960 എന്ന് പറയുന്ന സിസ്കോയുടെ സ്വിച്ച് ആണ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഡ്രാഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതോടെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തു അത് ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്യും. അതേപോലെ നമുക്ക് റൗട്ടർ വേണമെങ്കിൽ ഈ റൗട്ടർ സെലക്ട് ചെയ്യാം, ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്യാം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടുന്ന് ഏത് മോഡലാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ സ്വിച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് 2960 ഉണ്ട്, 3560 ഉണ്ട്, 3650 ഉണ്ട്. അതിലേത് മോഡലാണ് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യേണ്ട എങ്കിൽ സേവ് ചെയ്യേണ്ട, നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ന്യൂ ക്ലിക്ക് ചെയ്ത് ഇത് സേവ് ചെയ്യണ്ട എന്നുള്ളതിന് നോ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് പുതിയൊരു ഫയലായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, അഗൈൻ ഞാൻ പുതിയൊരു റൗട്ടർ എനിക്കിവിടെ പ്ലേസ് ചെയ്യണം, ഒരു സ്വിച്ച് വേണം, 2-3 PC വേണം. അപ്പം ഇവിടെ റൗട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസ് സെലക്ട് ചെയ്തതിന് തൊട്ട് താഴെ റൗട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ റൗട്ടറിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ് നമ്മളിവിടെ കാണുന്നത്. 4331, 4321, 1941, 2901, 2911, 81, അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് 1841. നമ്മുടെ ഈ ലാബ് സെഷനിൽ നമുക്ക് ഈ 1841 എന്ന് പറയുന്ന മോഡൽ എടുക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും നമുക്കിത് പ്ലേസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് ഡിലീറ്റ് ചെയ്യാനുള്ള ടൂള്. ജസ്റ്റ്
അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് ബട്ടൺ കിട്ടും. അത് ഈ റൗട്ടറിന്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡു യു വാണ്ട് ടു ഡിലീറ്റ് റൗട്ടർ 1 എന്നുള്ളത് ആൻസർ ചെയ്യുക, ഡിലീറ്റ് എന്ന് കൊടുക്കുക. ദെൻ നമുക്ക് ഈ ഡിലീഷൻ്റെ ഈ കർസർ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കീ, കീബോർഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എസ്കേപ്പ് കീ എന്ന് പ്രസ്. അപ്പോൾ അത് അവിടുന്ന് റിമൂവ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ നമുക്കൊരു സ്വിച്ച് ഇവിടെ പ്ലേസ് ചെയ്യണം. തൊട്ട് താഴെ ഇവിടെ സ്വിച്ച് കാണാൻ പറ്റും. അപ്പോൾ ആ സ്വിച്ച് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്വിച്ചിന്റെ 3 പ്രധാന സീരീസുകൾ നമുക്കിവിടെ കിട്ടും. 2960, 3560, 365. ഇതില് ഇത് രണ്ടും ലെയർ 3 സ്വിച്ച് ആണ്. ഇത് ലെയർ 2 സ്വിച്ച് ആണ്. ലെയർ 2 സ്വിച്ചും ലെയർ 3 സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം നമുക്ക് ഒരു ലെയർ 2 സ്വിച്ച് മതി. ലെയർ 2 സ്വിച്ച് ഡ്രാഗ് ചെയ്തോടെ വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പി സി അല്ലെങ്കിൽ എൻഡ് ഡിവൈസ് ആണ്. ഇത് ക്ലിക്ക് ചെയ്യും. തൊട്ട് താഴെ നമുക്ക് പി സിയുടെ ഒരു പി സി അല്ലെങ്കിൽ ലാപ്ടോപ്പ്, സെർവർ, അങ്ങനെ എൻഡ് ഡിവൈസുകളുടെ ലിസ്റ്റ് കിട്ടും. അതിലിപ്പോൾ നമുക്ക് പി സി പ്ലേസ് ആദ്യം കാണുന്ന ഇത് സിംപ്ലി അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കാം. ജസ്റ്റ് മൗസ് പ്രസ് ചെയ്യുക, ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അതല്ലെങ്കിൽ മൗസ് ജസ്റ്റ് ഇതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക, പുറത്ത് വന്നിട്ട് ക്ലിക്ക്. ഓക്കെ, ഇത് ഇവിടുന്ന് നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്യാം മൗസ്. ദെൻ ഇവിടെ പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ആൻഡ് റിലീസ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പി സികളും ഒരു സ്വിച്ചും ഒരു റൗട്ടറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമുക്ക് കേബിൾ ആവശ്യമാണ്. അപ്പോൾ ആദ്യം ഈ കേബിളിന്റെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേബിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് റൗട്ടറിൽ നിന്നും സ്വിച്ചിലേക്കാണ്. അതേപോലെ സ്വിച്ചിൽ നിന്നും പി സിയിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ തൊട്ട് താഴെ നമുക്ക് കേബിള്, സ്ട്രൈറ്റ് കേബിൾ, ഇതിന് നമ്മൾ പറയുന്ന പേര് സ്ട്രൈറ്റ് കേബിൾ എന്നാണ്. പിന്നീട് നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും എന്താണ് സ്ട്രൈറ്റ് കേബിൾ, എന്താണ് ക്രോസ് കേബിൾ എന്നുള്ളത്. അപ്പം ഈ കേബിള് സ്ട്രൈറ്റ് കേബിളും ഇത് ക്രോസ് ഓവർ കേബിളും. അപ്പം സ്ട്രൈറ്റ് കേബിൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ റൗട്ടറിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, മൗസ് റിലീസ് ചെയ്യുക. ദെൻ ഇവിടെ മൗസ് റൗട്ടറിന്റെ 2 പോർട്ടുകൾ കാണിക്കുന്നുണ്ടാവും. ഫാസ്റ്റ് തിരഞ്ഞിട്ട് 00 ഫാസ്റ്റ് തിരഞ്ഞിട്ട് 01. അതിലേതെങ്കിലും ഒരു പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സ്വിച്ചിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പം ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് കിട്ടും. അതായത് ഈ സ്വിച്ചിനകത്ത് എത്ര പോർട്ടുകൾ ഉണ്ട് എന്നുള്ളത്. ഫാസ്റ്റ് തിരഞ്ഞിട്ട് 01 മുതൽ ഫാസ്റ്റ് തിരഞ്ഞിട്ട് 023 വരെ 24 പോർട്ടുകൾ ഇതിനകത്തുണ്ട്. 23 അല്ല 24. പിന്നെ അത് കൂടാതെ 2 ഗിഗായി ഇതർനെറ്റ് പോർട്ടും ഉണ്ട്, 01ഉം 02. ഇതിലേതെങ്കിലും ഒരു പോർട്ടിൽ ഇത് നമ്മൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഈ പി സികളും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി വീണ്ടും ഈ കേബിള് ക്ലിക്ക് ചെയ്യുക, അതായത് സ്ട്രൈറ്റ് കേബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ചിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു പോർട്ട്, ഏത് പോർട്ടാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏതെങ്കിലും ഒരു പോർട്ട് സെലക്ട് ചെയ്യുക. പി സിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഫാസ്റ്റ് തിരഞ്ഞിട്ട് 00 സെലക്ട് ചെയ്യുക, ജസ്റ്റ് റിലീസ് ചെയ്യുക. അതേപോലെ വീണ്ടും കേബിളിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്യുക. മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് റിലീസ് ചെയ്യുക. അവിടെ ഞെക്കി പിടിച്ചോണ്ടിരിക്കരുത്. എന്നിട്ട് സ്വിച്ചിന്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റിലീസ് ചെയ്യുക. ഏതെങ്കിലും ഒരു പോർട്ട് സെലക്ട് ചെയ്യുക. അഗൈൻ താഴെ പി സിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഫാസ്റ്റ് തിരഞ്ഞിട്ട് 00യുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതേപോലെ എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
അപ്പം റൗട്ടർ ഇല്ലെങ്കിലും നമുക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്വിച്ച് മാത്രം മതി. അപ്പം റൗട്ടർ നമ്മൾ ഇവിടെ ഉപയോഗിച്ച് എന്തിനാന്ന് പറഞ്ഞാൽ, സപ്പോസ് നമുക്ക് രണ്ട് നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കും. രണ്ട് നെറ്റ്വർക്കുകളെ ഇന്റർകണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റൗട്ടർ ഉപയോഗിച്ചത്. സപ്പോസ് ഇനി നമുക്ക് ഇവിടെ വേറൊരു സ്വിച്ച് കൂടെ പ്ലേസ് ചെയ്യണം. സ്വിച്ച് ആ ഒരു കേസിൽ നമുക്ക് റൗട്ടർ വേണം. അതായത് രണ്ട് നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. വെബ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് ഒരു നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ ഇത് സെയിൽസിന്റെ നെറ്റ്വർക്ക് ആണ് വിചാരിക്കുക. ഇത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഡാറ്റ നമുക്ക് ഇവിടെ ഇരുന്ന് ഷെയർ ചെയ്യണം. അപ്പം ഒരു റൗട്ടർ ആവശ്യമാണ്. രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് റൗട്ടർ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗട്ടർ ഇവിടെ പ്ലേസ്. ദെൻ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്ട്രൈറ്റ് കേബിൾ എടുക്കുക. ഇതിന്റെ ഫാസ്റ്റ് ഡയറക്റ്റ് 01 എന്ന് പറയുന്ന പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പോർട്ടിൽ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ട് നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്തു. ഇതൊരു നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതെല്ലാം ഒരു നെറ്റ്വർക്കിന്റെ പാർട്ടാണ്. ഇതാണ് ഒരു നെറ്റ്വർക്ക്. ഇത് വേറൊരു നെറ്റ്വർക്ക്.